കഴിഞ്ഞാൽ പിന്നെ നേരെ ഓടിപ്പാഞ്ഞ് വീട്ടിലേക്ക്. വരുമ്പോൾ ഹെദൂൻ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ. ഓള് ചോദിക്കൊന്നുമില്ല, എന്നാലും ഓളെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ നേരെ ചായപ്പണിയാണ് കേട്ടോ. ഈ കള്ളുകുടിയന്മാർക്കൊക്കെ കുടിക്കാണ്ടിരുന്ന കൈവിറക്കൂലേ, അതുപോലെ വൈകുന്നേരം 5:30 പിന്നെ എനക്കാകെ മൊത്തൊരു പരവേശാട്ടോ ചായ കിട്ടാഞ്ഞിട്ട്. ചായ മണത്തുപോലും നോക്കാത്ത മോളൂസ് ഇപ്പോൾ എൻ്റെ കൂടെ കൂടി കട്ട ചായ ഫാനാണ് കേട്ടോ. വേറെ എന്തൊക്കെ മറന്നാലും വരുമ്പോൾ ഞാൻ എന്തേലും ചായക്കടി മേടിച്ചുകൊണ്ട് വരും കേട്ടോ. ഇന്ന് കടൂലിലത്തെ സ്പെഷ്യൽ മുട്ട ബണ്ണും പരിപ്പ് വടയും ഒക്കെ ആട്ടോ ഞാളെ ചായ എൻ്റെ സ്പെഷ്യൽ. ഹെദൂൻ ആസ് യൂഷ്വൽ ബുൾസയും പഴംപൊരി. പിന്നെ കുറച്ച് നേരം അടികൂടലും വർത്താനം പറച്ചിലൊക്കെ ആയിട്ടങ്ങ് പോകും കേട്ടോ. അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് നാളത്തേക്കുള്ള ചിക്കൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ ആക്കി വെക്കണം. കാരണം രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ. രാവിലെ എണീച്ച് ഈ പണിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ. ഈ രാവിലെ ഉറങ്ങിയിരിക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. അതവിടെ കിടന്ന് സെറ്റാവട്ടെ. മുട്ടായി കൊടുക്കാണ്ടിരിക്കാനുള്ള ഓളെ കാരണങ്ങളെ പിന്നെ ഒരു 1.5 മണിക്കൂർ വീട്ടിൽ വിളിക്കും. ഇസ് ദ ടൈം ഫോർ സ്കിൻ കെയർ. തൈരും അരിപ്പൊടിയും പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന തക്കാളിയും അതൊക്കെയാണല്ലോ ഈ സ്കിൻ കെയറിൻ്റെ ഒക്കെ ഒരു നാട്ടു നടപ്പ്. പിന്നെ കുറച്ച് തൈര് തിന്നുകയും വേണം. അപ്പം പിന്നെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് തുടുക്കട്ട്. ഇത് തേച്ചാൽ വെളുക്കുമെന്നും സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞൂടാട്ടോ. പിന്നെ ഒരു മനസ്സുഖം, ആ വെളുക്കുന്നുണ്ടെന്നൊരു തോന്നലും. ഉച്ചക്കത്തെ ബാക്കിയുള്ള ഇറച്ചിച്ചോറ് തന്നെയാട്ടോ രാത്രിയിലേക്കും. പിന്നെ തൈരില്ലാത്തതുകൊണ്ട് ഉള്ളിയും പച്ചമുളകും ചെറുനാരങ്ങയും വെച്ച് രഗിലിൻ്റെ സ്പെഷ്യൽ ഒരു സലാഡും. അതൊക്കെ തിന്ന് കുമ്പേന്നറിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞാൾ കുറച്ച് നേരം ലുഡോ കളിക്കും കേട്ടോ. ലുഡോ കളിച്ച് അവസാനം തല്ലിപ്പിരിഞ്ഞ് 4 വൈക്കാവും. പിന്നെ കുറച്ച് നേരം കഥ പറഞ്ഞ് അവിടെയും തട്ടി ഇവിടെയും തട്ടി ഞങ്ങൾ ഉറങ്ങാൻ പോയി. ഹെദു അതാ ഓളെ ഫൈറ്ററിന് ഉമ്മയും കൊടുത്ത് മിന്നും ഓളെ പുതപ്പിച്ചൊക്കെ കിടത്തിയിട്ടോ. എന്താണെന്നറിയൂല, ഇന്ന് ഞങ്ങൾ 12 മണിയായിട്ടില്ല, അരമണിക്കൂർ നേരത്തെയാണ്. അപ്പം ശരി, അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.